ഹായ്, എല്ലാവർക്കും സൂര്യസ് വേൾഡിൻ്റെ ഫസ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാ വ്ളോഗേഴ്സും പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയണം കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെത്തി. ഞാൻ എത്തിയപ്പോഴേക്കും അടുത്തുമ്പോൾ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ചോറുണ്ട്, പിന്നെ റവ ഉപ്മാവ് വെക്കണം പറഞ്ഞപ്പോൾ അതിലേക്കുള്ള ഉള്ളിയെല്ലാം ശരിയാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റവ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അയച്ചു എണീറ്റ് വന്നിട്ട് എന്താ ചായക്ക് അവൻ എപ്പോഴും രാവിലത്തെ പലഹാരം എന്താണെന്ന് അറിയണം കേട്ടോ. എന്നിട്ട് എന്നാലേ അവൻ ബ്രഷ് ചെയ്യാനൊക്കെ പോവുള്ളൂ. അപ്പോൾ അവൻ വന്ന് ചോദിച്ചു, അവനോട് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ എടുത്തുമ്പോൾ വീഡിയോസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇവിടെ വീട്ടിലെല്ലാവരും വീഡിയോ എടുക്കാനൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. പക്ഷേ അവരൊന്നും ഓൺ സ്ക്രീൻ വരില്ല, അവർക്ക് മടിയാണ് കേട്ടോ. അത് സാധാരണ വീട്ടുകാർക്ക് ഉണ്ടാവുമല്ലോ, ചിലർക്കൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവർ വരാത്തത്. പിന്നെ പാച്ചുവിനെ കാണാത്തോടെ ഞാൻ മുറ്റത്ത് വന്ന് നോക്കുമ്പോൾ ആളിത് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മുറ്റമൊക്കെ ഒന്ന് വെറുതെ വീഡിയോ എടുത്താണ്. അപ്പോൾ ഏടത്തേം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പണിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അടിച്ചു വരലും അലക്കലൊക്കെ കഴിഞ്ഞ് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ കേട്ടോ പണിക്ക് ചെയ്യുന്നത്. ഇതാ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പാച്ചുത ഫ്രണ്ടിൽ ഓടുന്നുണ്ട് കേട്ടോ. അവനും വണ്ടി പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ അങ്ങനെ വണ്ടി പോയി അങ്ങനെ ഉറങ്ങുമൊന്നുമില്ല, പക്ഷെ കാഴ്ചകൾ കണ്ടിരിക്കാൻ ഇഷ്ടമാണ് അവന്. പാച്ചുവിന് വീട്ടിലിരുത്തിയാൽ ശരിയാവില്ല കേട്ടോ, ചിലപ്പോൾ അവൻ വാശി പിടിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവും. അത് കാരണം കൊണ്ടാട്ടോ ഞാൻ കൂടെ കൊണ്ട്. പിന്നെ ഇതാ ഞങ്ങളങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ഞങ്ങളൊരു 11:30 വേണ്ട ബസ് കേട്ടോ. പക്ഷേ ഞങ്ങളൊരു 15 ആയപ്പോഴേക്കും ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറേ പാച്ചിൻ്റെ കുറേ കളിയൊക്കെ കണ്ട് വർത്താനം എല്ലാം പറഞ്ഞു. അതാണെങ്കിൽ നല്ല കാറ്റായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര കാറ്റായിരുന്നു. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് എനിക്ക് ക്ലിയർ ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി, ഞാനത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തോളാം കേട്ടോ. ബസ്സിനെ കാത്തു നിന്നിട്ട് പാച്ചിന് വരെ ദേഷ്യം വന്ന് തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ അവന് ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടോ. അങ്ങനെ നിന്നതാണ് ഞങ്ങൾക്ക് ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ പോയിട്ട് ബസ്സിൽ എന്താ അറിയില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ബസ്സിലിരുന്ന് വീഡിയോ ഒക്കെ ഇട്ട് ബസ്സിലിരുന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. ഞാനങ്ങനെ ഫോണൊന്നും എടുക്കാറില്ല. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ട്രോളുണ്ടാവും, ആൾക്കാർ കളിയാക്കും എന്തൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോസൊന്നും ഇടാതിരുന്നത് കേട്ടോ. ഞാനൊരു 2023 ഞാൻ യൂട്യൂബ് ഇങ്ങനെ തുടങ്ങി വെച്ചത്. പക്ഷേ ഞാൻ വീഡിയോസൊന്നും അധികം ഞാൻ ഇട്ടില്ല. കാരണം ഇതുപോലത്തെ വ്ളോഗ് എടുക്കണം എന്നൊക്കെ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്തായിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞാൻ ആ മടിയെല്ലാം മാറ്റി വെച്ച്, മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ മടിയെല്ലാം മാറ്റി വെച്ച്, പേടിയെല്ലാം മാറ്റി വെച്ച് ജസ്റ്റ് ഇതാ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ. കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും അതൊക്കെ നിങ്ങൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു തരണം. ഞാൻ വീണ്ടും പറയാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിട്ടോ. മണ്ണാർക്കാട് കോടതിപ്പടിയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ പോണ ഹോസ്പിറ്റൽ മണ്ണാർക്കാടിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റൊക്കെ ഉള്ള അൽമയ്ക്കാണ് കേട്ടോ. ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഗൈനക്കിനൊക്കെ നല്ല പ്രസവത്തിനൊക്കെ ഫേമസ് പറഞ്ഞാൽ അൽമ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അവിടെ സീമ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 10 മിനിറ്റോളം വരും നടന്നിട്ട് അവിടെ എത്താണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അൽമ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലായിട്ട് ഒരു ആത്മബന്ധം അല്ലെങ്കിൽ കുറേ ഓർമ്മകളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലാട്ടോ. കാരണം ഞാനൊരു 7 വർഷത്തോളം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധമായിട്ടോ എനിക്ക് ഹോസ്പിറ്റലായിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ OPയിലെത്തി. പക്ഷേ മാഡം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇരുന്നു കേട്ടോ. എന്നിട്ട് ഡോക്ടറെ ഒന്ന് കാണില്ല കണ്ടപ്പോൾ തന്നെ പാച്ചുവിന് വാശി പിടിക്കൽ തുടങ്ങി. ഇത് ഈ ഐറ്റംസൊക്കെ മേടിച്ച് കൊടുത്തപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. ആളതുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട്. ഡോക്ടർ എന്നോട് ചോദിച്ചു കേട്ടോ, ഡ്യൂട്ടിക്കൊന്നും വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടിയൊന്ന് വലുതായിട്ട് എന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ മെഡിസിനൊക്കെ മേടിച്ചു. പിന്നെ ഒരു 5 മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. ആ സമയത്ത് ഇതാ പാച്ചു കൂടെ കളിക്കുക കേട്ടോ. അവൻ ഒഴിഞ്ഞ് കിട്ടിയ ഗ്രൗണ്ട് പോലെ ഹോസ്പിറ്റലിലോട്ട് തിരക്കില്ലാത്തതുകൊണ്ട് നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റിയിട്ടോ. 2 മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് മെല്ലെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ജസ്റ്റ് വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ബേക്കറി കയറി. ഞാൻ പിന്നെ മണ്ണാർക്കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ബേക്കറി കയറി കഴിഞ്ഞാൽ ജസ്റ്റ് എനിക്ക് കുടിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലൈമാണ് കേട്ടോ. ഞങ്ങൾ 2 കട്ട്ലേറ്റും 2 ലൈമും കുടിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലൈമൊക്കെ വന്നു. പാച്ചുവാണെങ്കിൽ സോസാട്ടോ കഴിക്കണം. അവന് കൂടുതലും ഇഷ്ടം സോസ് ഭയങ്കര ഇഷ്ടമാണ്. ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലെത്തി. ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ ബസ്സിന്. പിന്നെ ബസ്സിനെ കാണില്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ മെല്ലെ ഓട്ടോ എടുത്തിട്ട് പിന്നെ പാച്ചു വാശി പിടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് വന്നു കേട്ടോ. വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ പാച്ചു
ഓട്ടോ കയറിയത് ഉറങ്ങിയിട്ട് ആൾ. പിന്നെ ഞങ്ങൾ കടയിൽ കയറണം, അതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ അവിടെ വന്ന് വണ്ടി ഇറങ്ങിയില്ല, പകുതി വഴി വന്ന് വണ്ടി ഇറങ്ങി കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോയോണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ അവർ നമുക്ക് നാരങ്ങ കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ വീട്ടിൽ നിറച്ചിട്ടിട്ടത് ബബ്ലൂസ് നാരങ്ങ, മാതള നാരങ്ങ എന്നൊക്കെ പറയില്ലേ, അത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് നമ്മളിങ്ങനെ നല്ല മഞ്ഞ നിറമായിട്ടുള്ളതൊന്നും അധികം മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ചിലതിങ്ങനെ പച്ച നിറത്തിലുള്ളതായിരിക്കും, നല്ല രസം ഉണ്ടാവും കേട്ടോ അത് കഴിക്കാൻ. പക്ഷെ അത് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് വേറെ രസമാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒന്നും അധികം ഇല്ല കേട്ടോ, ഉൾഭാഗത്ത് കൂടെ ഉള്ളൂ. ഈ പുറത്ത് നമുക്ക് കിട്ടുന്ന അവിടെയൊക്കെ ചെറുതുകളുള്ളൂ കേട്ടോ. അപ്പോൾ പാച്ചു ഒന്ന് പറിച്ചിട്ട് താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവസാനം ഞങ്ങൾ തിരഞ്ഞ് ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ. അത് കുഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒന്ന് എടുത്ത് തന്നു കേട്ടോ. നമ്മുടെ താഴ്ഭാഗത്ത് കൂടെയാണ് കൂടുതലുള്ളത്. അന്ന് ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളത് പൊളിച്ചത് ഉപ്പും മുളകൊക്കെ കൂട്ടി അത് കഴിച്ചു. ഇങ്ങനെ ഇതാ ഒരു 4 മണി 4:15 ആയിട്ട് സമയമായപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ പണികളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ. ഞാൻ അത് ഉള്ളൊക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം മുറ്റടിക്കുകയാണ്. ഇടത്തിമോടെ പാത്രം കഴിയുന്ന ശേഷം തുടയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തുടയ്ക്കാതെ പോയതുകൊണ്ട് തുടയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് രണ്ടും താഴെ ഒരു ഇളയച്ചിയും കൂടെ ഉണ്ട്. അവൾ വിരുന്ന് പോയിരിക്കുകയാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് അവൾ വീഡിയോസിലൊന്നും കാണാത്തത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 4 ആൺമക്കളാണ് കേട്ടോ. 4 ആൺമക്കളിൽ 3 ആളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരാളും കൂടെ കല്യാണം കഴിക്കാൻ കേട്ടോ. ആൾക്കിപ്പോൾ ഞങ്ങളിതാ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു രസമാണ്. ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ വേറെ സെപ്പറേറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ആരൊക്കെ ഉണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ വൈകുന്നേരത്തെ പണികൾ ഏകദേശമൊക്കെ തീർന്നു, അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വൈകിട്ടത്തെ കുളി കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 6 മണി സമയമൊക്കെ ആകുമ്പോൾ മേലെ ടെറസിൻ്റെ മേലെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് മേലേക്ക് കയറിയതാണ് കേട്ടോ. എൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും കാണാൻ നല്ല വേറൊരു വൈബാണ് കേട്ടോ. ആ സമയത്ത് തണുത്ത കാറ്റുമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് മേലേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഇരിക്കും, എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ആ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചുവിനെ പഠിപ്പിക്കുകയാണ് കേട്ടോ. സമയത്ത് പാച്ചു ഞാൻ അവിടെ വീഡിയോ വെച്ചപ്പോൾ അതിൽ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് രണ്ടാൾക്കും ചോറൊക്കെ കൊടുത്ത് ഇത്രയുള്ളൂ കേട്ടോ എൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.